ഫ്രണ്ട്സ്, നമ്മളൊരു കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ അസൂസിന്റെ ഒരു വീഡിയോ മദർ ബോർഡിന്റെ ഒരു കത്തിയൊരു ഭാഗം എന്ന പ്രശ്നം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിലെന്താണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ കത്തൽ എന്ന് സംഭവിക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു മദർ ബോർഡാണ്. ഇതാ സെയിം മദർ ബോർഡ് തന്നെയാണ്. ഈ മദർ ബോർഡിൽ എന്താ സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ ഒരു പോർഷനിലാണ് കത്തിയിരിക്കുന്നത്. പക്ഷെ സാധാരണ PCB കത്ത് എന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്പിലാണ് ഈ സാധനം കത്തിപ്പോവുക. ഒന്ന് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മോസ്ഫെറ്റുകൾ ഉണ്ട്, അതല്ലെങ്കിൽ ICs ഉണ്ട്. ഈ ICs മോസ്ഫെറ്റ് ഉണ്ടാകുന്ന സമയത്ത് അതിന് ഡാമേജ് എന്നിട്ട് അത് കത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനോട് കൂടെ തന്നെ എന്ത് ചെയ്യും, PCBയോട് കൂടിയിട്ട് കത്തിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. കത്തലുണ്ട്, സാധാരണ നമുക്ക് കിട്ടലാണ്. പിന്നെ ഒരു വിഷയം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രാണികളോ അല്ലാന്നെങ്കിൽ വാട്ടർ ഡാമേജ്, ഫംഗസ് ഇത് റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, അവിടെ ആ കോപ്പറിനെ ഈ PCBയിലുള്ള കോപ്പർ അല്ല, ആ കോപ്പർ എന്ത് ചെയ്യും, ഫംഗസ് പ്രൊഡക്ഷൻ ആയിട്ട് അത് തമ്മിൽ ആർക്ക് ചെയ്തിട്ട് കത്തിപ്പോവുക. ഈ രണ്ട് ടൈപ്പിലാണ് സാധാരണഗതിയിൽ ഈ സാധനം കത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കൊല്ലത്തെ സമയം കഴിയുന്നു. ഇത് കണ്ടില്ലേ, ഫിനിഷിംഗ് ആണ് ബോർഡ്. ഒരു ഫിസിക്കൽ ഡാമേജോ ഫംഗസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എന്നിട്ടും ഇത് കത്താനുള്ള റീസൺ നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതിന്റെ എഞ്ചിനീയർ ലെവലിലേക്ക് നമ്മൾ മനസ്സിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ഇന്റർനാഷണൽ റൂൾ പ്രകാരം ഇതിന്റെ സപ്ലൈ പോകുന്നത്, ഹെവി ഡ്യൂട്ടി സപ്ലൈ പോകുന്നത്, അതേമാതിരി തന്നെ ലോ വോൾട്ടേജ് പോകുന്നത്, ഫ്രീക്വൻസി പോകുന്നത്, ഇതിനൊക്കെ റൂൾസ് ഉണ്ട്. അപ്പോ ഇതിനൊക്കെ ഉള്ള ആൻസർ നമുക്ക് തരേണ്ടത് കമ്പനി തന്നെയാണ്. കാരണം ഇത് ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ ഈ PCB ഈ രീതിയിൽ കണ്ടില്ലേ, ഇത് കാർബൺ പ്രൊട്ടക്ഷൻ ആയിട്ട് ഈ രീതിയിൽ കത്തുന്നത് എന്തുകൊണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അത് കമ്പനിയാണ് നമുക്കിത് പറഞ്ഞു തരുന്നത്, കൺസ്യൂമറിൽ നമ്മളല്ലേ. അപ്പോൾ കമ്പനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ ഇൻഫർമേഷൻ തരേണ്ടതാണ് വേണ്ടത്. അതല്ലാതെ ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ കത്തി പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ബോർഡ് റീപ്ലേസിങ് എന്ന് പറഞ്ഞതിൽ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ.